എന്തുകൊണ്ടാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത്? ആദ്യം മുസ്ലിങ്ങൾ മറ്റുള്ളവരെ വിമർശിച്ചു, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ കയറി അങ്ങോട്ട് ചൊറിഞ്ഞു. ഇപ്പോൾ അവർ മാന്തി പൊളിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരും, കേൾക്കേണ്ടി വരും. അടുത്ത ഭാഗം നമ്മൾ എന്താണ് പഠിച്ചത്? ഉമർ എന്ത് പറഞ്ഞു? സാറേ, കല്ലെറിയാനുള്ള ആയത്ത്. അതിനെ എന്തുവാ പറയുന്നത്? വ്യഭിചാരി കല്ലെറിയുക. അതിനെ എന്താണ് അറബി പറയുന്നത്? റജിമിന്റെ ആയത്തുകൾ എന്തുണ്ടായിരുന്നു മുഹമ്മദിന്റെ സമയത്ത്? അവര് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ക്രിസ്ത്യാനികൾ വെടിപ്പായി എന്താണ് ഇസ്ലാം എന്ന് അങ്ങോട്ട് പഠിപ്പിക്കും. ഇരുന്ന് പഠിക്കും ഉസ്താദുമാരെ. നിങ്ങള് ദർസുകളിൽ, അറബി കോളേജുകളിൽ പഠിച്ചിട്ട് പൂഴ്ത്തി പൊടിയടിക്കാതെ ഷോക്കേസിലേക്ക് വെച്ചിരിക്കുന്ന മതഗ്രന്ഥങ്ങളുണ്ടല്ലോ, ഒക്കെ എടുത്തങ്ങോട്ട് തുറക്ക്. മുലകുടിയുടെ വചനങ്ങളും അതുപോലെ ദുർനടപ്പുകാരെ എറിഞ്ഞു കൊല്ലുന്ന വചനങ്ങളും ഒക്കെ ഖുർആനിൽ ഉണ്ടായിരുന്നെന്നും ഇതിനേക്കാൾ ഒരു ഭീകരവാദ ഗ്രന്ഥം വേറെ ഇല്ലെന്നും ജനങ്ങളൊന്ന് പഠിക്കട്ടെന്നേ. ക്രിസ്ത്യാനികൾ പഠിപ്പിക്കും. മുസ്ലിം സ്ത്രീകൾ മുതിർന്ന പുരുഷന്മാർക്ക് മുല കൊടുക്കണം എന്നുള്ള ആയത്തും ഖുർആനകത്ത് ഉണ്ടായിരുന്നു. ശരിയല്ലേ? സാറേ, കുട്ടികളല്ലേ സാറേ? എന്തുവാ സാറേ ഇതൊക്കെ? സാറേ, ഇങ്ങനെയാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത്. മുതിർന്ന സ്ത്രീകൾക്ക് മുലയോ? എന്താന്നറിയാമോ? ബൈബിളിലെ യേശു ദൈവപുത്രനോ, യേശു പിഴച്ചുപെറ്റ സന്തതിയോ, ഭഗവത്ഗീത, മനുസ്മൃതി, ഇതൊക്കെ ദൈവികമാണോ? ബഹുദൈവാരാധകർ ചെയ്യുന്ന കൃത്യങ്ങൾ എന്തൊക്കെയാണ്? അവർ നരകത്തിലേക്ക് വിധിക്കപ്പെട്ട തീക്കട്ടയാണ്, നരകത്തിന്റെ വിറകുകൊള്ളിയാണ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചിറക്കിയപ്പോൾ ചിന്തിച്ചില്ല അല്ലയോ? ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ഒക്കെ തലയ്ക്കകത്ത് ആളുതാമസമുള്ളവരുണ്ടെന്നും ഈ പുസ്തകം ഒന്ന് പഠിച്ചിട്ട് നിങ്ങളെ അവിടെ ഇരുത്തി പഠിപ്പിക്കുമെന്ന് മനസ്സിലായില്ല അല്ലെ? അവിടെ ഇരിക്കും ഉസ്താദെ, പഠിച്ചിട്ട് പോയാ മതി. ഇത് ആദ്യമായിട്ടായിരിക്കും ആദ്യം ഇത് കാണുന്നത് പോലും. എക്സാക്ട്ലി. സോ ഒരിടത്ത് വരുമ്പോൾ ഈ കൊച്ചിലെ പഠിച്ചിരിക്കുന്ന മണ്ടത്തിനും മാത്രം ഞങ്ങൾക്ക് ഇതേ അറിയത്തുള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയരുത്. ഇവരെ നമ്മളെ ഇങ്ങനെ വെല്ലുവിളിക്കും. നമ്മൾ മറുപടിയുമായിട്ട് വരുമ്പോ അതെ നിങ്ങളുടെ അത്രയും അറിവൊന്നും നമുക്കില്ല, പിന്നെ എന്തിനാടാ ഉവേ നമ്മളുമായിട്ട് കയറി കോർക്കുന്നത്? നമുക്ക് മറുപടി ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് എന്തോത്തിനാ എഴുന്നള്ളുന്നത്? മിണ്ടാതെ ഒരു മൂലക്കിരുന്ന് കേട്ടിട്ട് നെഞ്ചിലിടിച്ച് കരഞ്ഞോണം. അല്ലാതെ നമ്മളുമായിട്ട് കോർക്കാൻ വരരുത്. നമ്മളോട് അത് സംസാരിക്കുക, ഇത് പറയുക, അത് പറയുക, മറ്റേത് പറയുക, നമ്മളെ ശപിക്കുക, നമ്മളെ തെറി പറയുക എന്നതിലുപരി മദ്രസയിൽ പഠിച്ചതല്ല ശരിയായ ഇസ്ലാം. മതഗ്രന്ഥങ്ങളിൽ നിന്ന് ഇസ്ലാം പഠിച്ചിട്ടാണ് ഡിബേറ്റിന് വരുന്നത്. മിണ്ടാതെ അവിടെ ഇരുന്ന് കേൾക്കേണ്ടി വരും. സാമാന്യ ബുദ്ധിക്ക് അറിഞ്ഞൂടെ? ഒരു ഭാഷാ വ്യത്യാസം, നറേഷൻ വ്യത്യാസമല്ലേ? ഇപ്പൊ നമ്മുടെ മുഹമ്മദ് ഒരു ശിശു സഹോദര, മലയാളത്തിനകത്ത് ഞാൻ പറയാണ്, മുഹമ്മദ് ഒരു ശിശുഭോഗിയായിരുന്നു. സിമ്പിൾ മലയാളമാണ്. മുഹമ്മദ് ഒരു കുഞ്ഞിനെ ഭോഗിച്ചു. എല്ലാ കാലത്തും 9 വയസ്സുള്ള കുട്ടി തന്നെയാണ്. അതിനെയും നബിയെന്നല്ല, ഈ കാലഘട്ടത്തിലെ മഹാരഥന്മാരെന്നറിയപ്പെടുന്ന ആര് ചെയ്താലും അത് ശിശുഭോഗം തന്നെയാണ്. അത് സമ്മതിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതബുദ്ധിക്ക് പറ്റുന്നില്ല, നമ്മളുടെ നോർമൽ ബുദ്ധിക്ക് ഞങ്ങൾക്ക് ഇത് പറ്റുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നബി ഒരു ശിശുഭോഗിയായിരുന്നു. നിക്കവിടെ, തീർന്നിട്ടില്ല. എന്താണെങ്കിലും അർത്ഥത്തിന് വ്യത്യാസം മാറത്തില്ല. അർത്ഥം ചെയ്യുമല്ലേ? ഞാൻ അർത്ഥത്തിന് വ്യത്യാസം മാറി എന്നാണ് ഞാൻ പറയുന്നത്. ആദമേ, അർത്ഥത്തിന് വ്യത്യാസം മാറി. അതാണ് പറഞ്ഞിരുന്നത്. ഇവർക്ക് മദ്രസയിൽ പഠിച്ച ബുദ്ധിയല്ലാതെ ഇല്ല. 9 വയസ്സുള്ള കുഞ്ഞിനെ നബി ഭോഗിച്ചു എന്ന് ആയിഷ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്. ഇതിനെ സംബന്ധിച്ച് ലോകത്തുള്ള ഒരൊറ്റ മുസ്ലിമിനും തർക്കമില്ല. എന്നാലും ആദം എന്ന് പറയുന്ന വ്യക്തി വെറുതെ തർക്കിക്കും. വെറുതെ അവർക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല, അറിയാനുള്ള ആഗ്രഹം കൊണ്ടുപോകും. ഈ വചനങ്ങൾ മുമ്പ് ഖുർആനിൽ ഉണ്ടായിരുന്നെന്നും അത് ആട് തിന്നുപോയെന്നുമൊക്കെ ഇവരോട് ഇനി ആരാണപ്പാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക?
മുലകുടിയുടെ വചനവും എറിഞ്ഞു കൊല്ലലിന്റെ വചനവും ഒക്കെ ഖുർആനിൽ ഉണ്ടായിരുന്നു. ഇവർക്കിതിനെ കുറിച്ചിട്ട് യാതൊരു ധാരണയുമില്ല. 6 വയസ്സുള്ള കുഞ്ഞിനെ നബി കെട്ടിയത് നബിയുടെ ആവശ്യമായിരുന്നു. 9 വയസ്സിൽ ആ കുഞ്ഞുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് 49കാരന്റെ ആവശ്യമായിരുന്നു. പക്ഷേ ഇന്നത്തെ വിശ്വാസികൾക്ക് അത് അനാവശ്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നബിയെ ഇവരെ വെളുപ്പിക്കുവാണ്. അറിയത്തില്ല, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടു, പക്ഷെ കണ്ടപ്പോ ഞാനത് വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ പണ്ഡിതന്മാരെങ്കിലും ഉണ്ടോ ശരിക്കും പറഞ്ഞു? ഇതുവരെ ഇവരിത് ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല. പക്ഷേ ഇത് നമ്മുടെ പുസ്തകത്തിനകത്ത് ഇന്ന വചനങ്ങളിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാലോ അംഗീകരിക്കത്തുമില്ല. നിങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിച്ചിരുന്ന ആരാ? ഞങ്ങളെ മദ്രസയിലെ ഉസ്താദന്മാരല്ലേ പഠിപ്പിച്ചിരുന്നത്. മദ്രസയിലെ ഉസ്താദന്മാരാണ്. ഈ ഉസ്താദന്മാരുടെ മുൻപിൽ കൊണ്ടു ഈ ഒരു 2 ഹഫ്സിന്റെയും വർഷന്റെയും റിവായത്ത് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കാമോ ഫോണിനകത്ത്? സാറേ ഞാൻ കോളേജ് പഠിക്കും. ഞങ്ങളിപ്പോ മദ്രസയിൽ പോകുന്നില്ലല്ലോ. ഞങ്ങളൊരു 9ാം ക്ലാസ് ആയിട്ട് പഠിത്തം. താങ്കൾ കോളേജിൽ പഠിക്കുന്നത്? ഏത് കോളേജിലാണ് താങ്കൾ പഠിക്കുന്നത് ഇപ്പോഴും? ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ. ഏതാ യൂണിവേഴ്സിറ്റി കോളേജ്? പ്രൊഫസറിന്റെ പേര് പറഞ്ഞു. ജെയിംസ്. ഏത് വർഷം, എത്രാമത്തെ വർഷത്തിലാണ് താങ്കൾ ഇപ്പൊ നിൽക്കുന്നത്? സെക്കൻഡ് DC. തേർഡ് സെമസ്റ്റർ. ഉലമാക്കളൊന്നും ഞാൻ കണ്ടിട്ട് സാറേ. മദ്രസയിൽ ഞങ്ങളുടെ അമ്പലം അവിടെ ഞങ്ങൾ പള്ളിയിൽ ഉസ്താദ് നടത്തിയില്ലേ. ഞങ്ങൾ 8ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മാറിയല്ലേ ചെയ്യുന്നത്. പ്ലസ് 2 പോകുമ്പോ ഞങ്ങള് ഇതിലോട്ട് ഒരു പുസ്തകം കോപ്പി അടിച്ച് എഴുതിയപ്പോൾ ഉണ്ടായ പ്രശ്നമാണെന്ന് സമ്മതിച്ചാൽ ഈ വിമർശനത്തിന്റെ മുന ഇവിടെ ഒടിയും. വായിക്കാൻ അറിയാം. കാണാതെ അല്ലെങ്കിലും ഖുർആൻ എന്ന് പറഞ്ഞാൽ ഓതാനും ഊതാനും മാത്രമുള്ള പുസ്തകമാണെന്നാണ് ഞങ്ങളും പഠിച്ചിരിക്കുന്നത്. ഖുർആനിന്റെ അർത്ഥം പഠിക്കരുത്. ഖുർആനിന്റെ അർത്ഥം പഠിച്ചതാണ് ഇന്നീ കാണുന്ന സകലമാന വിപത്തുകൾക്കും കാരണമെന്ന് ഉസ്താദുമാര് തന്നെ പറയുന്നില്ലേ? ഇന്നീ അനുഭവിക്കുന്ന മുസ്ലിങ്ങൾ ഏറിലായി നിൽക്കുന്ന, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഖുർആാനും ഒക്കെ ഏറിലായി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഖുർആൻ പരിഭാഷയാണ് എന്ന് നമ്മുടെ നജീബ് മൗലവി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കേട്ടോ, പരിഭാഷയുടെ പ്രത്യാഘാതം ഇപ്പൊ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? സമൂഹം മൊത്തമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇനി നാളെ എന്തെല്ലാം അനുഭവിക്കാൻ പോകുന്നു? സുപ്രീം കോടതിയിൽ തന്നെ കേസ് വന്നാൽ ഖുർആൻ കണ്ടുകെട്ടണമെന്ന് വരെ നമ്മുടെ ഇന്നത്തെ സുപ്രീം കോടതി പറയാൻ പറ്റുന്ന വിധം ഖുർആൻ പരിഭാഷയുടെ പ്രത്യാഘാതങ്ങളും അതിന്റെ മോശപ്പെട്ട ഫലങ്ങളും വളരെയധികം ശക്തമാണ്. ചെറുതായി നമ്മൾ കാണുന്നത് 200 ചില്ലാനം ആയത്തുകളിൽ അവിശ്വാസികളെയും ബഹുദൈവ വിശ്വാസികളെയും കൊല്ലണമെന്ന് ഖുർആൻ പറയുന്നു എന്ന പാഠം നമ്മളിപ്പോ അമുസ്ലിമീങ്ങളായ ബഹുദൈവ വിശ്വാസികളായ വലിയ മതനേതാക്കന്മാർ, ഹിന്ദു മതനേതാക്കന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലും കേൾക്കുന്ന നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ടതില്ല. ഞാൻ ഓർക്കുകയാണ്, 200 ചില്ലാനം ആയത്തുകൾ ബഹുദൈവ വിശ്വാസികളെ കൊല്ലണം. അപ്പോഴും ഖുർആനിനകത്തുള്ള വസ്തുതയ്ക്കല്ല വിഷയം, അതിനെ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാണ് പ്രശ്നമെന്ന്. യുദ്ധത്തിന്റെ വചനങ്ങൾ അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാനില്ലേ? ഖുർആനിൽ വചനമില്ലേ? അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യണമെന്നും അവർ നിങ്ങളിൽ കാർക്കശ്യം ഭീകരത കാണണമെന്നും ഖുർആനിൽ വചനങ്ങളില്ലേ? മാതാപിതാക്കൾ പോലും ഇസ്ലാം മതവിശ്വാസികളല്ലെങ്കിൽ അവരെ മാതാപിതാക്കളായി സ്വീകരിക്കരുതെന്നും അവരുടെ ഗൈഡൻസ് പോലും സ്വീകരിക്കരുതെന്നും ഖുർആനിൽ വചനങ്ങളില്ലേ? ബഹുദൈവാരാധകർ മ്ലേച്ഛന്മാരാണ് എന്ന് ഖുർആനിലില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ബഹുസ്വര സമൂഹത്തിന് ഭൂഷണമല്ലാത്ത ഗ്രന്ഥം ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് യോജിക്കുന്നത്? ഇതൊക്കെ പഠിച്ചും മനസ്സിലാക്കിയും വേണം നമ്മളോട് നിങ്ങൾ ഡിബേറ്റിന് വരാൻ. നന്ദി.